ഹലോ ഗേസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗേസ്. അപ്പോൾ മക്കളെ, നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാലേ ഒരു വെറൈറ്റി വീഡിയോ ആണ്. ചിലപ്പോൾ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നതോ അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നതായ വീഡിയോ ആയിരിക്കാം. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലേ, നമുക്ക് ഒരു കല്യാണ ആൽബം കണ്ടാലോ. അതായത് കല്യാണ ആൽബം എന്ന് പറയുമ്പോൾ വേറൊന്നുമല്ല, ഇന്നോ ഇന്നലെയോ കഴിഞ്ഞ മാസമോ കഴിഞ്ഞ ആഴ്ചയോ കഴിഞ്ഞ വർഷമോ ഒന്നും നടന്നതല്ല. 28 വർഷം മുമ്പുള്ളൊരു കല്യാണ ആൽബം, അതായത് 1996 ഒരു കല്യാണ ആൽബം കണ്ടാലോ. വേറെ ആരുടേതും അല്ല, നമ്മുടെ ഉപ്പാടെയും ഉമ്മാടെയും കല്യാണ ആൽബം നിങ്ങൾക്കിന്ന് കാണിച്ചു തരാം ഞാൻ. അപ്പോൾ അതെങ്ങനെ കാണിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, ആൽബം അത് ബുക്കായിട്ടുള്ള ആൽബം അല്ല, അതായത് പഴയ നമ്മുടെ ക്യാസറ്റില്ലേ, ആ ഒരു ക്യാസറ്റിലായിരുന്നു ഇവരുടെ കല്യാണ ആൽബം ഷൂട്ട് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു സാധനം ഞാൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ ആഴ്ച നമ്മുടെ അടുത്തൊരു ഷോപ്പിൽ കൊടുത്തിട്ട്, കുറച്ച് മാറി ഇവിടുന്ന് ഒരു ടൗണിൽ നിന്ന് കുറച്ച് മാറി ഒരു ഷോപ്പിൽ കൊടുത്ത് ഞാൻ എന്ത് ചെയ്തു, അതിനെ റീഡയറക്റ്റ് ചെയ്ത് USB-യിലാക്കിയിട്ടുണ്ട്. ആ ഒരു സാധനം കുറച്ച് പണിപ്പെട്ടിട്ടാണെങ്കിലും പിന്നെ ആ ഒരു കല്യാണ വീഡിയോ ഞാനൊരു USB-യിൽ സാധനം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇന്ന് TV-യിൽ ഇട്ടിട്ട് അന്നത്തെ ആ ഒരു പേരുടെ ഒരു കല്യാണ ആൽബം നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അതിനകത്ത് വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം നിങ്ങൾക്കറിയാം, 28 വർഷം മുമ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ പിന്നെ എന്താണ് ഇവിടുത്തെ നാട്ടിലെ സിസ്റ്റങ്ങൾ കാര്യങ്ങളൊക്കെ എത്രത്തോളം വളർന്നിട്ടുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം ഇതായിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും. അപ്പോൾ അന്നത്തെ കാലത്ത് അന്നത്തെ സ്റ്റൈലിൽ പിന്നെ ക്യാമറയൊക്കെ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ പോലെ ഡിജിറ്റൽ ക്യാമറ DSL ക്യാമറ ഒന്നുമല്ല, DSLR ക്യാമറത്തെ അങ്ങനത്തെ ഒന്നുമല്ല. ചെറിയ ഒരു പിന്നെ എന്താണ് ഒരു സാധനം ക്യാമറയൊക്കെ വെച്ചിട്ട് എടുത്ത ഒരു വീഡിയോ അവരുടേതായ രീതിയിൽ അന്നത്തെ രീതിയിൽ എഡിറ്റ് ചെയ്ത് പിന്നെ കിട്ടിയ ഒരു ആൽബം ഉണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് അന്നത്തെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അതുപോലെ തന്നെ ജീവിച്ചിരിപ്പില്ലാത്ത ആൾക്കാരൊക്കെ ഇന്നത്തെ കാലത്ത് പിന്നെ ഈ ഒരു സമയത്ത് ജീവിച്ചിരിപ്പില്ലാത്ത ആൾക്കാരൊക്കെ ആ ഒരു കല്യാണ ആൽബത്തിലുണ്ട്. അപ്പോൾ ഏതായാലും അന്നത്തെ ആൾക്കാർ, അതേപോലെ തന്നെ അന്നത്തെ കോസ്റ്റ്യൂം, ഡ്രസ്സ്, സെൻസ് കാര്യങ്ങൾ എന്ന് വേണ്ട A to Z അന്നൊന്നും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് വീഡിയോ നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏകദേശം 1.25 മണിക്കൂറുള്ള ഒരു കല്യാണ വീഡിയോ, കല്യാണത്തിൻ്റെ തലേ ദിവസം മൈലാഞ്ചി അതുപോലെ കല്യാണം എല്ലാം കൂടെ ചേർന്ന് 1.25 മണിക്കൂറുള്ളൊരു വീഡിയോ ആണ്. അത് ഞാൻ ചുരുക്കിയിട്ട് ഏകദേശം അരമണിക്കൂർ കോലത്തിലാക്കി എടുത്തിട്ടുണ്ട് മക്കളെ. അപ്പോൾ ഏതായാലും അതിന് ഞാൻ വോയിസ് ഓവർ ചെയ്ത് ഓരോ കാര്യങ്ങൾ ഞാൻ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഇപ്പോൾ പറഞ്ഞാൽ എനിക്കൊന്നും മനസ്സിലാവില്ല. അപ്പോൾ വീഡിയോ വിഷ്വൽ വരുന്ന കൂടെ തന്നെ ഞാൻ എന്ത് ചെയ്യാം, ഇരുന്ന് വോയിസ് ഓവർ ചെയ്ത് അല്ലെങ്കിൽ ഞാൻ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി തരാം കേട്ടോ. അപ്പോൾ ഏതായാലും വീഡിയോ കുറച്ച് ലോങ് ആണ്, അപ്പോൾ നിങ്ങളൊന്ന് അതിന് ക്ഷമിക്കുക. കാരണം അത്രയും ലെങ്തുള്ള വീഡിയോ 2 ദിവസത്തെ കല്യാണ വിഷ്വൽസാണ്, അതായത് ഉമ്മാടെപ്പാടെ കല്യാണ വീട്ടിലെ ആ ഒരു വിഷ്വൽസാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ അത് കാരണം കൊണ്ട് കുറച്ച് ലെങ്തിയാണ്. അപ്പോൾ ഏതായാലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കണ്ടു നോക്കി. ഒരുപാട് കാര്യങ്ങളുണ്ട്, രസകരമായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഏതായാലും നമുക്ക് വെച്ച് താമസിപ്പിക്കാതെ തന്നെ നേരെ വീഡിയോയിലോട്ട്. അങ്ങനെ കല്യാണത്തിൻ്റെ വീഡിയോ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അന്നത്തെ എഡിറ്റിംഗ് ഒക്കെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. വിവാഹം എന്നൊക്കെ അങ്ങനെ എഴുതി കാണിച്ചാൽ ഒരു ചെറിയ കല്യാണത്തിൻ്റെ ഡേറ്റ് കടിയിൽ ഇങ്ങനെ ചെറുതായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താണ് ഉപ്പാടെയും ഉമ്മാടെയും പേര്, അതായത് കല്യാണച്ചക്കൻ്റെയും കല്യാണപ്പെണ്ണിൻ്റെയും പേര്. അപ്പോൾ 28 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു എഡിറ്റിംഗ് ആണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇത്രയും വർഷങ്ങൾ പിന്നോട്ടുള്ളതായതുകൊണ്ട് അന്നത്തെ എഡിറ്റിംഗ് ഒക്കെ വളരെ രസകരമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ മുന്നോട്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ചെറുക്കൻ്റെയും പെണ്ണിൻ്റെയും പേര്, പിന്നെ അവരുടെ പിന്നെ പാടേയും മാടയൊക്കെ പേരൊക്കെ എഴുതി കാണിച്ചിട്ടാണ് നമ്മുടെ വീഡിയോ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ കൃത്യമായിട്ട് കല്യാണം നടന്നത് ഏത് ഡേറ്റാണ് ഏത് വർഷമാണെന്ന് കൃത്യമായിട്ട് കാണാം. 1996 മെയ് 13 ഒരു തിങ്കളാഴ്ചയാണ് പിന്നെ കല്യാണം നടക്കുന്ന ഒരു ദിവസം. അതുപോലെ തന്നെ കല്യാണം നടക്കുന്ന ഒരു ഹാളിൻ്റെ പേരാണ്, ഓഡിറ്റോറിയത്തിൻ്റെ പേരാണ് എഴുതി കാണിക്കുന്നത്. ശരിക്കും ഓഡിറ്റോറിയം അല്ല, അതൊരു സ്കൂളിൽ വെച്ചാണ് കല്യാണം നടന്നത് കേട്ടോ. അന്നത്തെ കാലത്തൊക്കെ അങ്ങനെയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഉപ്പ. ആള് പിന്നെ 28 വർഷം മുമ്പുള്ള ഒരു ഫോട്ടോ ഉണ്ടല്ലേ, എന്നെ പോലെ തന്നെ മെലിഞ്ഞിട്ട് നല്ല ഹൈറ്റായിരുന്നു ആൾ. അപ്പോൾ കല്യാണത്തിൻ്റെ തലേ ദിവസത്തെ ഒരു പിന്നെ ഫോട്ടോഷൂട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. വീട്ടിൻ്റെ പറമ്പും ആ ഒരു ചുറ്റുപാടിലൊക്കെ നിന്നിട്ട് ക്യാമറമാൻ പറയുന്നത് പോലെ അങ്ങോട്ട് നടന്നിട്ടും ചിരിച്ചിട്ടും വന്നിട്ടൊക്കെ ആ ഒരു വിഷ്വൽസാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളിപ്പോൾ ഈ കാണുന്നതാണ് എൻ്റെ വാപ്പാടെ ഉമ്മ. ആ തലയിൽ വെള്ള ഷോൾ ഇട്ടുകൊണ്ടുന്ന ആളാണ് വാപ്പാടെ അമ്മ. ആളിപ്പോഴും ഉണ്ട്. വാപ്പാടെ വാപ്പായി ഞാൻ കാണിച്ചു തരാം, ഇനി വീഡിയോയിൽ വരുന്നുണ്ട്. വാപ്പാടെ വാപ്പ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല, വാപ്പാടെ അമ്മ
ജീവിച്ചിരിപ്പുണ്ട്. പിന്നെ ഇത് മൂത്താപ്പാടെ മകന്, അതുപോലെ തന്നെ ഇനി വരാൻ കാണിക്കുന്നത് മൂത്താപ്പാടെ വൈഫ് മൂത്തുമ്മ. അപ്പോൾ അവരൊക്കെയാണ് ഈ ചിത്രത്തിലുള്ളത്. അപ്പോൾ ഈ കാണുന്നതാണ് വാപ്പാടെ വാപ്പ. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ആളിപ്പോൾ ജീവിച്ചിരിപ്പില്ല, ആൾ മരണപ്പെട്ടിട്ടുണ്ട്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ വാപ്പാടെ വീട്ടിൽ കല്യാണത്തിൻ്റെ തലേന്ന് രാത്രി എടുത്ത ഫംഗ്ഷനാണ് കേട്ടോ. ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ പിന്നെ ബന്ധുക്കൾ പിന്നെ എല്ലാവരോടും ചേർന്ന് നിന്നിട്ട്, അതായത് അമ്മായി, അമ്മായിയുടെ മക്കൾ, അതുപോലെ തന്നെ മൂത്തുമ്മ, അങ്ങനെ വാപ്പാടെ പെങ്ങന്മാർ, മൂത്തളയത്ത് ചേട്ടന്മാർ, അനുജന്മാർ, മക്കളെല്ലാവരും കൂടി ചേർന്നിരുന്നിട്ട് മുല്ലപ്പ് കെട്ടുകയാണ്. കാരണം പിറ്റേ ദിവസം, അതായത് തൊട്ടടുത്ത ദിവസം കല്യാണമാണല്ലോ. അപ്പോൾ കല്യാണത്തിന് പോകാനുള്ള തയ്യാറെടുപ്പ്, അതിന് മുന്നോടിയായിട്ടുള്ള ഒരുക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മുല്ലപ്പ് കെട്ടുകയാണ്. അന്നത്തെ കാലത്തൊക്കെ നമ്മളിങ്ങനെ ഈ മുല്ലമൊട്ട് വാങ്ങിയിട്ട് അതിനെങ്ങനെ പിന്നെ നല്ലപോലെ കെട്ടിയിട്ട് ഉമ്മ പറഞ്ഞേക്കാം ജനലിലൊക്കെ ഇങ്ങനെ രാത്രി എന്ത് ചെയ്യും, അതിങ്ങനെ തൂക്കിയിടും. അപ്പോൾ രാവിലെ ആകുമ്പോൾ നല്ല വിരിഞ്ഞ് അടിപൊളിയായിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും കൂടി ചേർന്നിരുന്ന് കൊച്ചർത്താനൊക്കെ പറഞ്ഞിട്ട് മുല്ലപ്പൂ കെട്ടുകയാണ് പിറ്റേ ദിവസത്തെ കല്യാണത്തിന് ഒരുങ്ങാൻ വേണ്ടിയിട്ട്. കൃത്യമായിട്ട് ഇതിൽ കാണാൻ കഴിയും പിന്നെ ആ ഒരു പൂ കെട്ടുന്നത്. അങ്ങനെ നിങ്ങളിപ്പോൾ ഈ കാണുന്നൊരു പിന്നെ എൻട്രി ഇല്ലേ, ഇത് ഉമ്മയുടേതാണ് കേട്ടോ. ഇതാണ് നമ്മുടെ കഥയിലെ നായിക, നമ്മുടെ ഉമ്മയാണ്. അന്നത്തെ ആ ഒരു കോലം നോക്ക്, അന്നത്തെ ആ ഒരു പിന്നെ ആളെ നോക്ക് എങ്ങനെ ഉണ്ടെന്ന്. അന്നൊന്നും തമ്മിൽ എന്തെങ്കിലുമൊക്കെ ഉമ്മയുടെ മുഖത്ത് വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോളി. അന്ന് ഉമ്മായും ഈ പറഞ്ഞ പോലെ തന്നെ ആൾ മെലിഞ്ഞിട്ടാണ് കേട്ടോ. ഇത് ഉമ്മയുടെ വീട്ടിലുള്ള ദൃശ്യങ്ങളാണ്. ആദ്യം കാണിച്ചത് വാപ്പാടെ വീട്ടിലത്. ഇത് ഉമ്മയുടെ വീട്ടിലെ കല്യാണത്തിൻ്റെ തലേ ദിവസത്തെ ഒരുക്കങ്ങൾ, അവിടുത്തെ സൽക്കാരം, അവിടുത്തെ വിശേഷങ്ങൾ, കാര്യങ്ങളൊക്കെയാണ് അത് കാണിക്കുന്നത്. അപ്പോൾ ഉമ്മയെ നോക്കി കണ്ണൊക്കെ എഴുതി, പിന്നെ അന്നത്തെ മോഡലൊരു സാരിയൊക്കെ കൊടുത്ത് ഒരു ജിമിക്ക് കമ്മലൊക്കെ ഇട്ടിട്ട് പിന്നെ വീട്ടിൽ നിൽക്കുന്നുണ്ട്. ഇത് ഉമ്മയുടെ വീട്ടിൽ അവിടെ മുന്നേ ഉള്ള ഒരു വാൾപേപ്പറാണ്, ഫ്രൂട്ട്സിൻ്റെയൊക്കെ ചിത്രമുള്ള വാൾപേപ്പറാണ്. അപ്പോൾ ഉമ്മയുടെ വീട്ടിൽ പിന്നെ കല്യാണത്തിന് തലേദിവസത്തെ ഫംഗ്ഷൻ എല്ലാവരും ഒരുപാട് ആൾക്കാർ ചേർന്നിട്ട് നടത്തുന്ന ഫംഗ്ഷനാണ്. ഇത് ഉമ്മയുടെ സഹോദരൻ, അതെൻ്റെ മാമ, നമ്മൾ വീഡിയോയിലൊക്കെ കണ്ടിട്ടില്ലേ, ആളാണത്, ആ ചെറിയ ആൾ. അങ്ങനെ പിന്നെ കല്യാണത്തിൻ്റെ തലേ ദിവസം ആൾക്കാരൊക്കെ ഇങ്ങനെ വീട്ടിലോട്ട് വരുന്നുണ്ട് കേട്ടോ. 12/5/1996 കൃത്യമായിട്ട് ഡേറ്റ് അടക്കം അതിലുണ്ട്. കല്യാണത്തിൻ്റെ തലേ ദിവസത്തെ വിഷ്വൽസ് തന്നെയാണിത്. അപ്പോൾ ആൾക്കാരൊക്കെ ഇങ്ങനെ വീട്ടിലോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ കാലത്ത് പന്തലും കാര്യങ്ങളും ലൈറ്റും വലിയ സെറ്റും ആർച്ചൊക്കെ വെച്ചിട്ടാണ് കല്യാണം നടത്തുന്നത്. പക്ഷേ അന്നത്തെ ആ ഒരു സമയം നോക്കി നോക്ക്, പന്തലോ അല്ലെങ്കിൽ കാര്യമായിട്ടുള്ള ആർഭാടങ്ങളോ ഒന്നുമില്ല. കാരണം അതിനുള്ള സെറ്റപ്പൊന്നും അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നില്ല. 28 വർഷം മുന്നേ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ആണെന്ന്. ഈ ഒരു ചിത്രത്തിൽ കാണുന്ന ഒരുപാട് ആൾക്കാർ ഇന്ന് ജീവിച്ചിരിപ്പില്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനീ പറഞ്ഞ പോലെ തന്നെ പന്തലും ലൈറ്റും പിന്നെ പാട്ടും കരോക്കെയൊന്നും ഇല്ലാത്ത സൈലൻ്റ് ആയിട്ടുള്ള ഒരു കല്യാണം, എല്ലാവരും കൂടെ ചേർന്നിരുന്നുള്ളൊരു കല്യാണം. ഇന്നത്തെ കാലത്ത് എന്ന് പറയുമ്പോൾ കല്യാണത്തിനൊക്കെ വീടുകളിൽ പോയി കഴിഞ്ഞാൽ എല്ലാവരും മൊബൈലുമായിട്ട് പലരും പല സ്ഥലത്തായിരിക്കും, പല പരിപാടിയിലായിരിക്കും. പക്ഷേ അന്ന് നോക്കൊരു ആൻഡ്രോയിഡ് ഫോണോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റോ ഒന്നും ഇല്ലാത്ത ഒരു യുഗം. എല്ലാവരും ചേർന്നിരുന്നിട്ട് കൊച്ചു വർത്താനമൊക്കെ പറഞ്ഞ് ഒരു കല്യാണ സൽക്കാരമാണ് ആ കാണുന്നത് കേട്ടോ. അടുത്ത നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മൈലാഞ്ചിയുടെ വീഡിയോയാണ്. അപ്പോൾ മൈലാഞ്ചിയുടെ ചടങ്ങ് അന്നും ഉണ്ട്, അത് ഇന്നും അതേപോലെ തന്നെ ഇന്നും നിലനിർത്തി പോകുന്നുണ്ട്. അപ്പോൾ ഉപ്പാടെ വീടും ഉമ്മാടെ വീടും തമ്മിൽ ഏകദേശം 2 കിലോമീറ്ററിൻ്റെ ദൂരം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഉപ്പാടെ പെങ്ങളാണ് പിന്നെ അവിടെ ഇരിക്കുന്നത്, തൊട്ടടുത്തിരിക്കുന്നത്. അപ്പോൾ ഉപ്പാടെ വീട്ടിൽ നിന്ന് ആൾക്കാരൊക്കെ വന്ന് മൈലാഞ്ചിയുടെ വന്നതാണ് ഉമ്മാടെ വീട്ടിലേക്ക്. അപ്പോൾ ഈ കാണുന്നൊരു പൊതിയില്ലേ, അതാ നിങ്ങൾ എന്താണെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. പക്ഷേ ഈ കാണുന്ന സാധനം എന്ന് പറയുന്നത് മൈലാഞ്ചിയാണ്. മൈലാഞ്ചി നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ അരച്ചത്. അതായത് ചെക്കൻ്റെ വീട്ടിൽ നിന്ന് ചെക്കൻ്റെ പെങ്ങന്മാരും സഹോദരിമാരും അങ്ങനെ ആൾക്കാരൊക്കെ ഉള്ളവരൊക്കെ എന്താക്കും, മൈലാഞ്ചി അരച്ചിട്ട് ആ ഒരു വട്ടയിലയിലോ വാഴയിലയിലോ പൊതിഞ്ഞ് പെണ്ണിൻ്റെ വീട്ടിൽ കൊണ്ട് വന്നിട്ടാണ് കേട്ടോ മൈലാഞ്ചി ഇടുന്നത്. ഇന്നത്തെ പോലെ നമ്മുടെ ബിഗ് ബി സിംഗ് അതിൻ്റെ ഒന്നും മൈലാഞ്ചി ട്യൂബൊന്നും അല്ല അന്ന് കൊണ്ടുപോകുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു കല്യാണത്തിൻ്റെ രസകരമായ കാര്യങ്ങളെന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും, കയ്യിൽ പിന്നെ പേന കൊണ്ട് ഉപ്പാടെ പേര്, അതായത് കല്യാണ ചെക്കൻ്റെ പേര് എഴുതിയിട്ട് അതിലിങ്ങനെ മൈലാഞ്ചി തൊട്ട് വെച്ച് കൊടുക്കും. നല്ല അരച്ച പച്ച മൈലാഞ്ചി, അമ്മിയിൽ അരച്ച മൈലാഞ്ചി കൊണ്ടുവന്നിട്ട് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ചെയ്യുന്നത്. അപ്പോൾ മൈലാഞ്ചിയുടെ ചടങ്ങാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പഴയത് അന്നത്തെ കാലത്തെ പോലെ അന്നത്തെ കാലത്ത് ഹൽദി പറയുന്ന ഒരു ദിവസം, അങ്ങനെ പ്രത്യേകിച്ചൊരു ദിവസം മഞ്ഞക്കല്യാണം അങ്ങനെയൊന്നുമില്ല. മൈലാഞ്ചി കൊണ്ടുവരിക, പിന്നെ പെണ്ണിൻ്റെ കയ്യിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ വിചാരിക്കും മൈലാഞ്ചി എങ്ങനെയാണ് ഇടുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, കണ്ടില്ലേ, പെണ്ണിൻ്റെ കയ്യിൽ എല്ലാവരും കൂടെ ചേർന്നിട്ട് അതിങ്ങനെ കുറച്ച് ഉരുളയാക്കിയിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കുകയാണ്. കൈവിരലുടെ അറ്റത്ത് ഇങ്ങനെ വെച്ചു കൊടുക്കുന്ന കാഴ്ചയാണ് കാണുന്നത്.
അങ്ങനെ നമ്മുടെ ഉമ്മ ഒക്കെ അവിടെ മുല്ലപ്പൊക്കെ ചൂടിയിരിക്കുകയാണ്. കയ്യിൽ നോക്കി ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് മൈലാഞ്ചി ഇങ്ങനെ വെച്ചു കൊടുക്കുന്നുണ്ട്. ഇത് കാണുന്നത് വാപ്പ പിന്നെ ഒരു ടി വിയുടെ മുന്നിലിരിക്കുന്ന ഒരു ഫോട്ടോയാണ്. ആ ഒരു ഫോട്ടോയിൽ ഉമ്മാടെ അവിടുത്തെ കല്യാണ ഫംഗ്ഷൻ്റെ ആ ഒരു പിന്നെ വീഡിയോ ഇല്ലേ, അത് എഡിറ്റ് ചെയ്ത് വെച്ചേക്കാണ്. അന്നത്തെ കാലത്ത് എഡിറ്റ് ചെയ്തതാണ് കേട്ടോ ഇത്. നമ്മുടെ ക്യാമറാമാനും എഡിറ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇല്ലേ, അവർ വാപ്പ ഇരുന്ന് ടി വി കാണുന്നത് പോലെ, അതായത് കല്യാണത്തിന് ഫംഗ്ഷൻ ഇരുന്ന് കാണുന്നത് പോലെ എഡിറ്റ് ചെയ്തേക്കുന്നതാണ് കേട്ടോ. ശരിക്കും ടി വി കാണുന്നതല്ല, അതൊരു ചിത്രമാണ്, അതിൽ എഡിറ്റ് ചെയ്തേക്കാണ്. അങ്ങനെ നമ്മുടെ തലേ ദിവസത്തെ 2 വീട്ടിലെയും കല്യാണത്തിൻ്റെ ചടങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷം കല്യാണത്തിൻ്റെ ദിവസം, അതായത് 13/5/1996 രാവിലെ 10:07 ആ ഒരു സമയത്തുള്ള വീഡിയോ, 10:08 ആ ഒരു സമയത്തുള്ള വീഡിയോ ആണ്. അപ്പോൾ കല്യാണത്തിൻ്റെ അന്ന് രാവിലെയുള്ള വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ കണ്ട വീട് എന്ന് പറയുന്നത് ഉപ്പാടെ പഴയ തറവാട് വീടാണ് കേട്ടോ. ആ ഒരു പഴയ തറവാട് വീടാണ് ആദ്യം കണ്ടത്. അപ്പോൾ ആ ഒരു വീട് പിന്നെ മാറി ഇപ്പോൾ അവിടെ കടകളും വേറെ വീടുകളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കല്യാണത്തിന് രാവിലെ ആൾക്കാർ വരുന്നതും പിന്നെ കല്യാണത്തിന് പോകുന്ന കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കാണാൻ കൃത്യമായിട്ട്. അതേപോലെ തന്നെ നമ്മുടെ നാട്ടിലെ ആ ഒരു ടൗണ്, അന്നത്തെ കാലത്ത് ആകെ 2-3 കടകളായിരുന്നു ഉണ്ടായിരുന്നത്. അതൊക്കെ വഴിയെ വരുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആ പോകുന്ന കാറ് പിന്നെ ആൾക്കാരുടെ അകമ്പടി എല്ലാം കൂടി ചേർന്നിട്ടുള്ള രസകരമായിട്ടുള്ള അടുത്ത കുറച്ച് കാഴ്ചകളാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ കല്യാണത്തിൻ്റെ രാവിലെ ആയപ്പോൾ ആൾക്കാരെല്ലാം എത്തി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കല്യാണത്തിൻ്റെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മൾ കല്യാണം നടത്തിയ ആ ഒരു സ്ഥലം ഓഡിറ്റോറിയം അല്ല, ഒരു സ്കൂളാണെന്ന് ഞാൻ പറഞ്ഞു. നമ്മൾ അടുത്ത് തന്നെയുള്ളൊരു UP സ്കൂളാണ്, ഞാനും ആ സ്കൂളിൽ തന്നെയാണ് പഠിച്ചത്. അപ്പോൾ അവിടെ വെച്ചായിരുന്നു കല്യാണം. അത് നമ്മുടെ വീടിൻ്റെ 2 വീടിൻ്റെ നടുവിലായിട്ട് വരും. രണ്ടാൾക്കും കുറച്ച് ദൂരം, ഒരു 10 മിനിറ്റ് ഉള്ളൂ. വണ്ടിയിലാണെങ്കിൽ 2 മിനിറ്റ് ഉള്ളൂ പോകാൻ, നടക്കാനാണെങ്കിൽ 10 മിനിറ്റ്, അത്ര ദൂരം തന്നെ ഉള്ളൂ. അപ്പോൾ അവിടെ വെച്ചായിരുന്നു കല്യാണം എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് പോകുന്ന വിഷ്വൽസ് കാര്യങ്ങളൊക്കെ വരാനുണ്ട്. അപ്പോൾ കല്യാണത്തിൻ്റെ രാവിലെ പുതിയാപ്പിള, അതായത് എൻ്റെ ഉപ്പ പിന്നെ നിൽക്കണം കണ്ടോ. അപ്പോൾ രാവിലെയുള്ള കുറച്ച് ഫോട്ടോഷൂട്ട്, കുറച്ച് വിഷ്വൽസൊക്കെയാണ് കാണുന്നത്. അപ്പോൾ ആൾക്കാരൊക്കെ എത്തി തുടങ്ങിയിട്ടുണ്ട്. ചെക്കന്താ ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ്, കല്യാണ ചെക്കൻ. അപ്പോൾ ഈ ഒരു കാറ് കണ്ടില്ലേ, മാരുതി, പഴയ മാരുതി കാറാണ്. ഈ ഒരു കാറിൻ്റെ മുന്നിൽ നിന്നിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ടല്ലേ, ഈ ഒരു കാറിലാണ് ചെക്കൻ പോകുന്നത്.
അടുത്തതായിട്ട് പിന്നെ കല്യാണ ചെക്കനെ ഒരുക്കുകയാണ് കേട്ടോ. ചെക്കൻ്റെ പിന്നെ എന്താണ് കൂട്ടുകാരും ബന്ധുക്കളൊക്കെ ചേർന്നിട്ട് കല്യാണ ചെക്കനെ ഒരുക്കുകയാണ്. അപ്പോൾ വെള്ള ഷർട്ടും ഒരു വെള്ള മുണ്ടൊക്കെ തന്നെയാണ് അന്നത്തെ കോസ്റ്റ്യൂം. ഇന്നത്തെ പോലെ പിന്നെ ഭയങ്കരമായിട്ട് കോട്ടും സ്യൂട്ടും ടൈയൊന്നുമല്ല, ചെറിയ രീതിക്ക് വളരെ സിമ്പിളായിട്ട് വെള്ള ഷർട്ടും വെള്ള മുണ്ടൊക്കെ ആയിട്ടുള്ള പിന്നെ ഒരുക്കങ്ങളാണ് കേട്ടോ അന്ന് നടക്കുന്നത്. ഇന്നത്തെ പോലത്തെ പിന്നെ നമ്മൾ സലൂണിൽ പോവുകയും പിന്നെ ഫേഷ്യൽ ചെയ്യോ, ഇപ്പോഴത്തെ കാലത്ത് ഹൈഡ്രാ ഫേഷ്യൽ അത് ഇത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സംഭവങ്ങളുണ്ട്. പക്ഷെ അന്നത്തെ കാലത്ത് നമുക്ക് ജസ്റ്റ് ഒരു പൗഡറൊക്കെ ഇട്ട് ഒന്ന് ആ ഒരു ചീപ്പ് കൊണ്ട് മുടിയൊക്കെ ഒന്ന് ചീർപ്പി വെച്ച് കല്യാണ ചെക്കനെ ഒരുക്കുന്ന ഒരു വീഡിയോയാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എഡിറ്റിംഗ് ആണ് ഭയങ്കര രസം. നോക്കി പിന്നെ ആ ഒരു ചെക്കൻ്റെ ആ ഒരു വിഷ്വല് കടലിൽ നടക്കുന്നൊക്കെയാണ് ഇങ്ങനെ പറന്ന് വരുന്നത്, പൂക്കളുടെ നിന്ന് തേനീച്ചയും വണ്ടൊക്കെ ആയിട്ട്. അതൊക്കെ വളരെ നൊസ്റ്റാൾജിക് ആയിട്ടുള്ളൊരു സംഭവമാണ്. എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ പിന്നെ ഇളാമ്മയുടെ കല്യാണ വീഡിയോ ഒക്കെ ഞാൻ ഇതേപോലെ കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അതൊക്കെയാണ് ഓർമ്മ വരുന്നത്. വളരെ ചെറുപ്പത്തിൽ ഒരു 6-7 വയസ്സൊക്കെ ഉള്ള സമയത്ത് കണ്ട് എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. അന്നത്തെ കാലത്ത് അങ്ങനെ തന്നെയാണ്. ഇപ്പോഴാണ് ഒക്കെ മാറി പിന്നെ ഫോട്ടോഷൂട്ടും ഇതൊക്കെ മാറി സേവ് ദ ഡേറ്റ് ആ ഒരു ലുക്കിലൊക്കെ എത്തിയിട്ടുള്ളത്. അന്നത്തെ കാലത്ത് സേവ് ദ ഡേറ്റ് കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഏതായാലും എന്താ പാപ്പ അവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മീശയൊക്കെ റെഡിയാക്കിയിട്ട് മുടിയൊക്കെ ചീപ്പി കുട്ടപ്പനാവുന്നുണ്ട്. കല്യാണ ചെക്കനെന്ന് ഒരുങ്ങി പുതിയാപ്പിള ഒരുങ്ങാണ്. അടുത്ത ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പാടെ സഹോദരി, അതായത് എൻ്റെ അമ്മായി പിന്നെ കല്യാണ പെണ്ണിനുള്ള ഡ്രസ്സ് റെഡിയാക്കുകയാണ്. ആ ഒരു പെട്ടിയിൽ ഉമ്മാക്കുള്ള സാരി, അതേപോലെ തന്നെ ടവല്, അങ്ങനെ എല്ലാ സാധനങ്ങളും A to Z സാധനങ്ങൾ അതിലുണ്ടാവും. ഡ്രസ്സ്, അതിൻ്റെ ജാക്കറ്റ്, ബ്ലൗസ്, ടവല് എന്ന് വേണ്ട സാരി ഒക്കെ സാധനങ്ങളും ഇതിലാണ് കൊണ്ടുവന്നത്. ചെറിയൊരു ബ്രീഫ് കേസ് പോലത്തെ ഒരു പെട്ടിയിൽ ഇങ്ങനെ മടക്കി വെച്ച ആ ഒരു ഷോളാണ് റെഡ് കളറിൽ കാണുന്നത്. തലയിൽ കൂടി ഇടുന്ന ആ ഒരു പിന്നെ ഡിസൈനൊക്കെ ഉണ്ടാക്കിയ ആ ഒരു ഷോള്, ആ ഒരു തട്ടം, അതൊക്കെ റെഡിയാക്കി ഈ ഒരു ബാഗിനുള്ളിൽ വെക്കും. എന്നിട്ട് കല്യാണ ചെക്കൻ്റെ സഹോദരിയാണ് ഈ ബാഗും ഈ ഒരു പെട്ടിയായിട്ട് ഓഡിറ്റോറിയത്തിൽ പോയിട്ട് പിന്നെ കല്യാണ പെണ്ണിനെ അവിടെ നിന്ന് ഡ്രസ്സ് മാറ്റിക്കുന്നത്. അപ്പോൾ അതൊക്കെയാണ് ഈ കാണുന്നത്. ഇപ്പോഴും ഈ ഒരു കാര്യങ്ങൾ, ഈ ഒരു ചടങ്ങൊക്കെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ തന്നെ ഉണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഇറങ്ങാൻ നേരമായിട്ടുണ്ട്. അതായത് പിന്നെ കല്യാണ ചെക്കനും അവിടെ ഫാമിലിയൊക്കെ ഓരോരുത്തരോട്ട് പോകാൻ നേരമായിട്ടുണ്ട്. അപ്പോൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ദ്വാരക്കാണ്. രാവിലെ പോകുമ്പോൾ നമുക്കറിയാമല്ലോ, എല്ലാവരും കൂടെ ചേർന്നിട്ട് ഉസ്താദന്മാരെല്ലാവരും കൂടെ വന്ന് ദ്വാരന്നിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. അപ്പോൾ എല്ലാവരും കൂടെ ചേർന്ന് ദ്വാരക്കാണ്, ഇറങ്ങാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ കല്യാണത്തിന് പോകാൻ വേണ്ടി ദ്വാരക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും എന്താ നടക്കുന്നുണ്ട്. ഇതിനകത്ത് നിങ്ങൾ വേറെ കാര്യം ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. അന്നത്തെ ആൾക്കാരുടെ ആ ഒരു കോസ്റ്റ്യൂം സെൻസ്, അതൊരു ഡ്രസ് സ്റ്റൈൽ എങ്ങനെയാണെന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആ ഒരു ചുരിദാർ, ആ ഒരു സാരിയൊക്കെ നോക്കി നോക്ക്. ഇന്നത്തെ കാലത്ത് എവിടെയും കാണാൻ കഴിയാത്ത സാധനങ്ങളാണ് ആ ഒരു കോസ്റ്റ്യൂം സെൻസ് എന്ന് പറയുന്നത്. വിശലൊത്ത കീനാവും കണ്ടിരിക്കും ബീവി, അശകൊത്ത മണിമുത്ത് ഖദീജ ബീവി, ഹൂറിയാൾ മുഹബ്ബത്തിൻ മധുരത്തേവി, മതിലങ്കും മദീനത്തെ രാജാത്തിപ്പൂവി. അപ്പോൾ ഈ വരുന്നത് പിന്നെ ചെറുക്കൻ വരികയാണ് കേട്ടോ, പുതിയാപ്പിള വരികയാണ്. അപ്പോൾ വാപ്പ കാറിനുള്ളിലുണ്ട്, മുൻ സീറ്റിൽ വാപ്പ ഇരിക്കുന്നുണ്ട്. അപ്പോൾ കാർ ഓടിക്കുന്നത് വാപ്പയുടെ ജ്യേഷ്ഠനാണ്. അപ്പോൾ അന്നത്തെ കാലത്ത് ചുരുക്കം പേർക്കാണ് നമ്മുടെ ടൗണിലെ കാർ ഉണ്ടായിരുന്നത്. അപ്പോൾ മൂത്താപ്പാക്കുള്ള ആ ഒരു കാറാണ് ഈ കാണുന്നത്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ ഒരു നീലക്കാർ മൂത്താപ്പയുടെ കാറാണ്. അപ്പോൾ ആളാണ് വണ്ടി ഓടിക്കുന്നത്. ഉപ്പതേ പിന്നെ തലയിലൊരു ടവലൊക്കെ കെട്ടി, ഒരു വെള്ള ടവലൊക്കെ കെട്ടിയിട്ട് വാപ്പ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ചെക്കനെ സ്വീകരിക്കുന്ന ഒരു ചടങ്ങാണ് കാണുന്നത്. അതായത് ഉമ്മയുടെ സഹോദരനായിട്ട് സ്ഥാനത്ത് നിൽക്കുന്ന ഒരാൾ പിന്നെ ചെക്കനെ പൂമാലയിട്ട് ബൊക്കെ കൊടുത്ത് സ്വീകരിക്കും. കാരണം ഉമ്മയുടെ നേരെ താഴെയുള്ള സഹോദരൻ വളരെ ചെറുതാണ്. അപ്പോൾ അതുകൊണ്ട് ഉമ്മയുടെ പിന്നെ ബന്ധത്തിൽ തന്നെ വേറൊരാൾ, അതായത് ഉമ്മയുടെ സഹോദരനായിട്ട് തന്നെ വരുന്ന ആൾ
ഉപ്പാനെ പിന്നെ സ്വീകരിച്ച് നേരെ ആ ഹോളിലേക്ക് കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇശലിന്റെ പൂക്കൾ കൊരുത്തൊരു മാലയും തീർത്തു. ഇശലൊത്ത കീനാവും കണ്ടിരിക്കും ബീവി. അങ്ങനെ ചെക്കൻ്റെ വീട്ടുകാരും പെണ്ണിൻ്റെ വീട്ടുകാരും എല്ലാവരും അടുത്തടുത്തേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത കാണാൻ പോകുന്നത് നിക്കാഹിൻ്റെ ഒരു ചടങ്ങാണ് കേട്ടോ. നിക്കാഹിൻ്റെ സമയത്ത് എല്ലാവരോടും ദ്വാരന്നിട്ട് നിക്കാഹിൻ്റെ ചടങ്ങാണ് കാണുന്നത്. അപ്പോൾ ഈ ഒരു നീല ടവല് തലയിൽ കെട്ടി അവിടെ ഇരുന്നത് ഉമ്മയുടെ ഉപ്പായാണ്. അപ്പോൾ ഉമ്മയുടെ ഉപ്പായും അപ്പായും കൈ കൊടുത്തിട്ടുള്ള ഒരു നിക്കാഹിൻ്റെ ചടങ്ങാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഇത്രയും ജനങ്ങൾ പിന്നെ ആ ഒരു സ്കൂള് ഓഡിറ്റോറിയത്തിൽ ആ ഒരു സ്കൂളിൻ്റെ ആ ഒരു ഹോളിൽ ഇരുന്നിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ഉസ്താദ് കൈ പിടിച്ച് കൊടുക്കുകയാണ് ഉപ്പാടെയും പിന്നെ അതേപോലെ തന്നെ ഉമ്മയുടെ ഉപ്പാടെയും കൈ പിടിച്ചിട്ട് ആ ഒരു നിക്കാഹ് ചൊല്ലി കൊടുക്കുന്ന കാഴ്ചയാണ് കേട്ടോ കാണുന്നത്. നിക്കാഹിൻ്റെ ആ ഒരു നിമിഷങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിഹാസം ആലത്തല്ലും കഥകൾ കേട്ട് ബീവിയാൾ ഖദീജ തൻ മാനസം പൂത്ത്. ഇശലൊത്ത കീനാവും കണ്ടിരിക്കും ബീവി. അശകൊത്ത മണിമുത്ത് ഖദീജ ബീവി. ഹൃദയത്തിൽ അനുരാഗമുണർന്ന് നിത്യവസന്തം മേനി പുണർന്ന് ബീവി ഖദീജ നൂറിലണിഞ്ഞ്. ഹൃദയത്തിൽ അനുരാഗമുണർന്ന് നിത്യവസന്തം മേനി പുണർന്ന്. അങ്ങനെ നിക്കാക്കി കഴിഞ്ഞതാ താലി കെട്ടുന്ന ഒരു മുഹൂർത്തമാണ് കാണുന്നത്. ഉപ്പതേ ഉമ്മാക്ക് അങ്ങനെ താലി കെട്ടി കൊടുക്കുകയാണ് മാഷാ അല്ലാഹ്. അപ്പോൾ പിന്നെ ഉപ്പാടെ സഹോദരി അതായത് എൻ്റെ അമ്മായി ആ ഒരു താലിമാല ഷോളിൻ്റെ ഇടയിൽ കൂടെയൊക്കെ പിടിച്ച് കറക്റ്റായിട്ട് കൃത്യമായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2-3 ആൾക്കാർ ചേർന്ന് ആ മുല്ലപ്പൂവും കാര്യങ്ങളൊക്കെ ഒതുക്കിയിട്ട് ആ ഒരു താലിമാല കൃത്യമായിട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇനി ചെക്കൻ പെണ്ണിന് പൂമാല ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതേ പൂമാല തന്നെ എന്ത് ചെയ്യും, പെണ്ണ് തിരിച്ചെടുത്തിട്ട് ഉപ്പാക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇട്ട് കൊടുക്കുന്നതിലൊരു കോമഡി ഉണ്ട്. അതായത് നാണം കൊണ്ട് ഉമ്മ പെട്ടെന്ന് എടുത്ത് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് പിന്നെ അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ അത് ഉപ്പാൻ്റെ തലയിൽ കുടുങ്ങുകയാണ് സാധനം. ഓക്കെ, അങ്ങനെ താലി കെട്ടിനു ശേഷം ആ ഒരു രജിസ്റ്ററിൽ രണ്ടാളും ഒപ്പിടുന്നുണ്ട്. ഉമ്മ അങ്ങനെ രജിസ്റ്ററിൽ ഒപ്പിടുന്ന കാഴ്ചയാണ് കേട്ടോ കാണുന്നത്. അടുത്ത ഇതേപോലെ തന്നെ എന്താണ് നമ്മുടെ താലികെട്ട് കഴിഞ്ഞിട്ട് ചെക്കൻ പിന്നെ പാല് കുടിക്കുകയാണ്. അപ്പോൾ പാല് കൊടുക്കും. അതൊരു 3 തവണ കുടിച്ചിട്ട് എന്ത് ചെയ്യുക, പെണ്ണിനും കൊടുക്കും. അപ്പോൾ പെണ്ണ് 3 തവണ കുടിച്ചിട്ട് അത് തിരിച്ച് ബേക്കിലേക്ക് കൊടുക്കുന്ന ഒരു കാഴ്ചയാണ്. അപ്പോൾ ഇപ്പോഴൊന്നും ഇതങ്ങനെ അധികം കാണാനില്ല, പക്ഷെ മുന്നേയൊക്കെ ഉണ്ടായിരുന്നു ഈ ഒരു ചടങ്ങ്. അപ്പോൾ ആ ഒരു പിന്നെ പാല് കുടിച്ച് കൊടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ പിന്നെ ഉപ്പാടെ സഹോദരിക്ക് പെണ്ണിൻ്റെ വീട്ടുകാരൊരു മോതിരോ വളോ അങ്ങനെ എന്തെങ്കിലും ഒരു സ്വർണം കൊടുക്കുന്ന ചടങ്ങുണ്ട്. അപ്പോൾ അതാണ് കണ്ടത്. അതിനുശേഷം കല്യാണമൊക്കെ കഴിഞ്ഞ് രണ്ടാളും കൂടി ഇരുന്ന് ഫോട്ടോ എടുക്കുകയാണ്. അപ്പോൾ ഉമ്മയുടെ നേരെ ബേക്കിൽ നിൽക്കുന്നത് ഉമ്മയുടെ സഹോദരിയാണ്. അതായത് ഏളാമ്മ, മേമ എന്നൊക്കെ നമ്മൾ പറയുമല്ലോ നമ്മളെ വീഡിയോയിലൊക്കെ ഒരാളാണ്. ആ ഒരു ബേക്കിൽ നിന്ന ഒരു ചെറിയ കുട്ടികളൊക്കെ കുട്ടികളായിരുന്നു. ഉമ്മയുടെ പിന്നെ കല്യാണ സമയത്ത് ഉമ്മയുടെ 2 പിന്നെ കൂടപ്പിറപ്പുകളും കുട്ടികൾ തന്നെയായിരുന്നു. അങ്ങനെ ഫൈനലി നമ്മുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് എല്ലാവരും കൂടെ ചേർന്നിരുന്ന് ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നിങ്ങൾക്കറിയാം ഇന്നത്തെ കാലത്ത് ഫുഡ് എന്ന് പറയുമ്പോൾ അൽഫാം, മന്തി അങ്ങനെ ഇന്ന് വേണ്ട സകല സാധനങ്ങളും, ഐസ്ക്രീം, പിന്നെ പുറത്ത് പോപ്കോൺ, ചായ, പൊരിപ്പ്, കടികൾ, എല്ലാ സാധനങ്ങളും ഉണ്ടാവും. പക്ഷേ അന്നത്തെ കാലത്ത് നിങ്ങൾ നോക്കി നോക്ക്, ലളിതമായിട്ട് ഒരു ഡെസ്കിൻ്റെ 2 സൈഡിലും ആൾക്കാർ ഇങ്ങനെ നിരന്നിരുന്നിട്ട് ബിരിയാണി കഴിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വാഴയിലയിൽ പിന്നെ ഇതേപോലെ ബിരിയാണി വിളമ്പും. അതിനകത്ത് ഒരു സ്റ്റീൽ ഗ്ലാസ്സിൽ കണ്ടോ വെള്ളമൊക്കെ വെച്ചിട്ട് ഒക്കെ സെറ്റ് ചെയ്യണം. ഇന്നത്തെ കാലത്ത് ഫൈബർ പ്ലേറ്റ് അല്ലെങ്കിൽ സെറാമിക് പ്ലേറ്റൊക്കെ വെച്ചിട്ടാണ് ഈ പറഞ്ഞ പോലെ മന്തി, ബിരിയാണി, അൽഫാം എന്ന സാധനങ്ങളൊക്കെ വെക്കുന്നത്. പക്ഷേ അന്നത്തെ കാലത്ത് വളരെ ലളിതമായിട്ട് ഈ ഒരു രീതിയിലാണ്
പിന്നെ ആൾക്കാർ ഭക്ഷണം കഴിക്കുന്നത്. അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് എല്ലാവരും പുറത്തിറങ്ങി. അപ്പോൾ ഉമ്മ ഇവിടെ നിൽക്കുന്നുണ്ട്, പുതിയ പെണ്ണ് ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സാരിയാണ് ഉപ്പാൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഉടുപ്പിച്ച സാരി. അപ്പോൾ തലയിൽ കണ്ടില്ല ആ ഒരു ചുമന്ന കളർ തട്ടമൊക്കെ. ഇതൊക്കെ അന്നത്തെ കാലത്ത് അന്നുള്ള ആൾക്കാർക്ക് അറിയാമായിരിക്കും അന്നത്തെ കല്യാണത്തിൻ്റെ രീതികളൊക്കെ. അപ്പോൾ ഇങ്ങനെ ഒരു തട്ടമൊക്കെ ഉണ്ടാവും പെണ്ണിനെ ഒന്ന് മൊഞ്ചത്തിയാക്കാൻ വേണ്ടിയിട്ട്. അടുത്തത് പെണ്ണും ചെക്കനും പിന്നെ ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുകയാണ്. കല്യാണത്തിന് ശേഷം അവർ രണ്ടാളും ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുകയാണ്. അവരുടെ കൂടെ തന്നെ അകമ്പടിയായിട്ട് പിന്നെ ചെറുക്കൻ്റെ ബന്ധുക്കളും പെണ്ണിൻ്റെ ബന്ധുക്കളും എല്ലാവരും ഈ ഒരു പന്തിയിൽ ഈ ഒരു സദസ്സിൽ ഇരുന്നിട്ടാവും ഭക്ഷണം കഴിക്കുന്നുണ്ടാവും. അപ്പോൾ ഈ അടുത്തിരിക്കുന്നതൊക്കെ തൊട്ടടുത്തിരിക്കുന്നതൊക്കെ അത്രയും ക്ലോസ് ആയിട്ടുള്ള അത്രയും റിലേഷൻ ആയിട്ടുള്ള ബന്ധുക്കളാവും കേട്ടോ. ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം ഉമ്മ പിന്നെ യാത്ര പറഞ്ഞിറങ്ങുകയാണ്. എല്ലാവരോടും യാത്ര പറഞ്ഞ് നേരെ അടുത്ത ഉപ്പാൻ്റെ വീട്ടിലോട്ട് പോകുന്ന ഒരു ചടങ്ങാണ്. അപ്പോൾ എല്ലാവരോടും ഉമ്മാനോടും ഉമ്മാൻ്റെ പിന്നെ ബന്ധുക്കളോടും റിലേഷനോടും ഉമ്മാൻ്റെ മൂത്താപ്പ ഉമ്മാൻ്റെ ഇളാപ്പ എല്ലാവരോടും യാത്ര പറഞ്ഞാൽ കരയുന്നുണ്ടല്ലേ. ആ ഒരു വിഷ്വലാണ് ഇപ്പോൾ കാണുന്നത്. നമ്മുടെ കല്യാണത്തിനും ഇതേപോലെ ആയിരുന്നു. പിന്നെ ചക്കരയും കരഞ്ഞിട്ടുണ്ടാവും. എല്ലാ കല്യാണത്തിനും അങ്ങനെ തന്നെ. കല്യാണ പെണ്ണ് കല്യാണം കഴിഞ്ഞ് യാത്ര വെച്ചിറങ്ങുമ്പോൾ കരഞ്ഞിട്ടാണ് പോവുക. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെയും എല്ലാവരോടും യാത്ര ചോദിച്ച് ഇറങ്ങുന്ന ഒരു വിഷ്വലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ യാത്രയൊക്കെ ചോദിച്ച് രണ്ടാളിൻ്റെ കാറിൽ കയറി തിരിച്ചു പോകണം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, ഉപ്പായും ഉമ്മായും മുന്നിലാണ് ഇരിക്കുന്നത്. അതായത് മൂത്താപ്പ വണ്ടി ഓടിക്കുന്നുണ്ട്, ഉപ്പായും ഉമ്മായും മുന്നിലിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന ബേക്കിൽ ഇരിക്കുന്നത് നമ്മളെ ബേക്കിലാണെന്നുണ്ടല്ലോ. കാറിൽ കയറാൻ വേണ്ടിയിട്ട് അന്നത്തെ പിന്നെ കുട്ടിയൊക്കെ ആൾക്കാർക്ക് ഭയങ്കര ആഗ്രഹമാണ്, ഭയങ്കര പൂതിയാണ്. കാരണം ഞാൻ പറഞ്ഞില്ലേ കാറ് വളരെ ചുരുക്കമാണ്. അപ്പോൾ എന്ത് ചെയ്യണം, കാറിൻ്റെ ബേക്കിൽ നിറച്ച ആൾക്കാരുണ്ട്. ഒരു 4-5 ആൾക്കാരൊക്കെ കാറിൻ്റെ ബേക്കിലുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് കല്യാണ ചെക്കനും കൊണ്ട് മുന്നിൽ ഒരുമിച്ചിരുന്നിട്ടാണ് പിന്നെ വീട്ടിലോട്ട് പോകുന്നത്. ഉമ്മാൻ്റെ വീട്ടിലോട്ട് ആരോ അല്ലാതെ നമ്മുടെ ക്യാമറമാൻ ബേക്കിൽ ഒരു ഓട്ടോയിൽ കയറിയിട്ട് ആ ഒരു ഓട്ടോയിൽ പിന്നെ ബേക്കിലോട്ടുള്ള ആ ഒരു വിഷ്വൽസ് എടുക്കണം. അപ്പോൾ ഞാനീ പറഞ്ഞ പിന്നെ വിഷ്വൽസ് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവുന്ന നമ്മളെ നാട്ടിലാണ്. അതായത് നമ്മളിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിലെ വിഷ്വൽസാണ് കാണുന്നത്. ഈ ഒരു നാടെന്ന് പറയുമ്പോൾ നമ്മൾ 28 വർഷം മുമ്പുള്ള കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിലെ ആൾക്കാരൊക്കെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന മക്കളെ ഈ ഒരു സ്ഥലമൊക്കെ ഇപ്പോൾ ആകെ മാറി. ഈ ഒരു ഒറ്റ പിന്നെ 2 വണ്ടി കഷ്ടിച്ച് പോകുന്ന റോഡ് നല്ല അടിപൊളി വലിയ റോഡായി. പിന്നെ ടാറൊക്കെ നല്ലപോലെ അടിപൊളി സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് മറ്റൊരു മരയൊക്കെ ഇട്ടിട്ടുള്ള റോഡായിട്ടുണ്ട്. അപ്പോൾ അന്നത്തെ കാലത്തുള്ള റോഡ് നോക്കി ചെറിയൊരു റോഡായിരിക്കും. നമ്മുടെ നാട്ടിലെ ഹോം ടൗൺ. ഈ ഒരു ഹോം ടൗണിൽ ഇപ്പോൾ ആകെ ഉള്ളത് 2-3 ചെറിയ പെട്ടിക്കടകളാണ്. പക്ഷേ ഇതെന്ന് പറയുമ്പോൾ ഒരുപാട് ഷോപ്പുകളും ഒരുപാട് പിന്നെ ഷോപ്പുകൾ എന്ന് വേണ്ട ഒരുപാട് കടകളൊക്കെ ആയിട്ട് നാടാകെ മാറിയിട്ടുണ്ട്. അപ്പോൾ രണ്ടും തമ്മിൽ നല്ല അടിപൊളി വ്യത്യാസമുണ്ട് കേട്ടോ. എല്ലാവരും രണ്ടാളും പിന്നെ വീടെത്താനായിട്ടുണ്ട്. ജംഗ്ഷനിൽ നിന്ന് കുറച്ച് 100 മീറ്റർ മാറിയിട്ടാണ് ഉപ്പാടെ വീട്. അപ്പോൾ ഉപ്പാടെ വീട്ടിൽ രണ്ടാളും എത്തിയിട്ടുണ്ട്. പിന്നെ ഉപ്പാടെ ഉമ്മാനെ കൈപിടിച്ച് വീട്ടിലോട്ട് കയറ്റിക്കൊണ്ടുവരുന്ന കാഴ്ചയാണ്. അപ്പോൾ നേരെ ബേക്കിൽ നിൽക്കുന്നത് ഉപ്പാടെ അമ്മയാണ്. ഉപ്പാടെ അമ്മ പിന്നെ പുതുപ്പെണ്ണിനെ കൈപിടിച്ച് വീട്ടിലോട്ട് കയറ്റിയിട്ട്
അവിടെയുള്ള പിന്നെ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നാണം കൊണ്ട് ഉമ്മ അവിടെ ചിരിക്കുന്നുണ്ട്. ഉപ്പയുടെ അമ്മ സെൻറ്ററിൽ ഇരിക്കുന്നുണ്ട്, ഉപ്പയാണ് സൈഡിൽ ഇരിക്കുന്നത്. അങ്ങനെ നമ്മുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് രണ്ടാളും കൂടെ അതേ ഒരുമിച്ചിരുന്ന് പിന്നെ ഫോട്ടോയ്ക്ക് വേണ്ടി പോസ് ചെയ്യണം. അപ്പോൾ ഇത് കാണുന്നില്ല നിങ്ങൾ, ആ ഒരു കാറ് കല്യാണത്തിന് പോകും വരെയൊക്കെ ചെയ്ത് ആ ഒരു കാറ് ഉപ്പ ഓടിക്കുന്നു, ഉമ്മ ഫ്രണ്ടിൽ ഇരിക്കുന്നു. അപ്പോൾ രണ്ടാളും കൂടി പിന്നെ കുറച്ച് ചെറിയൊരു യാത്ര ചെയ്യാണ്. അത് വീടിൻ്റെ അടുത്ത് തന്നെ ആ ഒരു ചുറ്റുവട്ടത്ത് തന്നെ ഒന്ന് കാറിൽ കറങ്ങി പിന്നെ പോരുന്ന ആ ഒരു കാഴ്ചയാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ രണ്ടാളും കൂടെ കാര്യമൊക്കെ പറഞ്ഞ് ആ ഒരു പുതു മോഡിയിൽ ഒന്ന് സ്ഥലമൊക്കെ ചുറ്റിക്കണ്ട് വരികയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കല്യാണ വീഡിയോ. നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയാം. അങ്ങനെ മക്കളെ, നമ്മുടെ കല്യാണ ആൽബം നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ ഞാൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ കമൻറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടേതായ മനസ്സിൽ തോന്നിയ കുറച്ച് കമൻറ്റുകൾ ഉണ്ടാവും ഈ ഒരു കല്യാണ വീഡിയോ കണ്ടതിന് ശേഷം. അപ്പോൾ അതൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയ വിശേഷത്തിൽ കാണുന്നവർ എല്ലാവർക്കും ബൈ, അസ്സലാമു അലൈക്കും.